الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തോടുകൂടി അതാത് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളും ചരിത്രങ്ങളും അവസാനിപ്പിക്കുകയാണ്. കാലങ്ങളുമായി അല്ലാഹു സംഭവങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്, സമയങ്ങളുമായി അല്ലാഹു ബന്ധിപ്പിച്ചിട്ടുണ്ട്, സ്ഥലങ്ങളുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തരുന്നതായിരിക്കണം, എന്നാലേ നമുക്കത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അതിനെ ബയാൻ ചെയ്യാൻ അല്ലാഹു നിയോഗിച്ചത് റസൂലുള്ളാഹിയെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഷഹാദത്തിൽ രണ്ടാമത്തെ ഭാഗമായി റിസാലത്ത് വന്നത്. അതാത് കാലഘട്ടങ്ങളിൽ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിഷയം തൗഹീദാണ്. ഏത് വിഷയത്തിലും അല്ലാഹു മാത്രമായിരിക്കണം. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആദ്യമായി അല്ലാഹു മനുഷ്യനുമായി നടന്ന കരാറ് അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് ജീവിതത്തിൽ പകർത്തണം എന്നതാണ്. അശ്ശഹാദത്തു റുബൂബിയ്യ. ആകാശലോകത്ത് മനുഷ്യ സമൂഹത്തെ എല്ലാം കൂട്ടി വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ അർവാഹുകളും ആദമിന്റെ ശരീരവും ആദം ശരീരത്തോടു കൂടിയും ബാക്കിയുള്ളത് റൂഹുകളുമാണ് പങ്കെടുത്തത്. അവിടെ വെച്ച് അല്ലാഹുവുമായിട്ട് നടന്നൊരു സംവാദം ഉണ്ടായിരുന്നു.
അള്ളാഹു മനുഷ്യരും തമ്മിൽ നടന്നൊരു സംവാദം, മലക്കുകളുമായിട്ട് അങ്ങനെ ഒരു സംവാദം, അല്ലെങ്കിൽ ജിന്നുകളുമായിട്ട് അങ്ങനെ ഒരു സംവാദം അള്ളാഹു തആല നമുക്ക് മറന്നിരുന്നില്ല. മനുഷ്യനെ ആദരിക്കാനാണ് അള്ളാഹു തആല അത് ചെയ്തത്. ഇക്റാമിന്റെ ഭാഗം, ഒന്നാമത്തെ ഭാഗം അതാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ആദരിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ? ആദരവിന്റെ ഒന്നാമത്തെ ആദരവ് അതാണ്. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചുകൂട്ടി അള്ളാഹു തആല ഒരു ചർച്ച ചെയ്യുകയാണ്. അത് ആദരവ് തന്നെയാണ്. അള്ളാഹുവിന്റെ ഹളറത്തിൽ മനുഷ്യൻ പങ്കെടുക്കുകയാണ്. അത് എങ്ങനെ, ഏതുപോലെ, അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നാ മതി. ബിലാ തക്യീഫ്, എങ്ങനെയെന്നാരും ചോദിക്കണ്ട. വലാ തശ്ബീഹ്, ഏതുപോലെയെന്നും ചോദിക്കണ്ട. വലാ തംസീൽ, എന്തിനു തുല്യം, അതും ചോദിക്കണ്ട. അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നാ മതി. അതാണ് ഈമാൻ. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. പിന്നെ അവിടെ ഗവേഷണമില്ല, ഹവ ഇല്ല, താല്പര്യമില്ല, സയൻസ് ഇല്ല, ഒന്നുമില്ല. അതിനെല്ലാം അപ്പുറത്താണ് അള്ളാഹുവിനുള്ള ഈമാൻ, അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെത്തുന്നതിന് മുമ്പ് എന്തോരം ആദരിച്ചിട്ടുണ്ട് ഈ മനുഷ്യ സമൂഹത്തെ. അത് മതം നോക്കിയിട്ടോ, ജാതി നോക്കിയിട്ടോ, വിശ്വാസം നോക്കിയിട്ടോ, കർമ്മങ്ങൾ നോക്കിയിട്ടോ, അഅ്മാൽ നോക്കിയിട്ടോ, ഈമാൻ നോക്കിയിട്ടോ ഒന്നുമല്ല ആദരവ്. മനുഷ്യൻ എന്ന പ്രകൃതത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു തആല അത് ആദരിച്ചത്. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ, ആ പ്രകൃതം, മനുഷ്യന്റെ പ്രകൃതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതമാണ്. അള്ളാഹു തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ഫിത്രത്തുണ്ട്. ഫിത്രത്ത്, പ്രകൃതം, ശുദ്ധമായ പ്രകൃതത്തിനാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. ഫിത്രത്ത് അല്ലാഹ്, പരിശുദ്ധമായ പ്രകൃതം അള്ളാഹുവിന്റെ പ്രകൃതമാണ്. അപ്രകൃതമനുസരിച്ചാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹ് പറയുന്നത്. ഫിത്രത്ത് അല്ലാഹ് അല്ലത്തി, എങ്ങനത്തെ ഫിത്രത്ത്? ഫത്തറന്നാസ അലൈഹ, ആ ഫിത്രത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്ന്. അപ്പൊ എന്തോരം ആദരവോ മനുഷ്യന്. മതവും ജാതിയൊക്കെ വന്നത് പിന്നെ ഭൂമിയിലെത്തിയതിനു ശേഷമല്ലേ. ഇത് ആകാശത്തിന്റെ കഥയാണ് അള്ളാഹ് പറഞ്ഞിരുന്നത്. അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭാഷണം നടത്തുന്നു മനുഷ്യരുമായിട്ട് ഭൂമിയിലെത്തുന്നതിന് മുമ്പ്. ആ സംഭാഷണത്തിൽ ഊനം തിരിഞ്ഞു വന്ന വിഷയമാണ് ഭൂമിയിലെത്തിയതിന് ശേഷം മനുഷ്യർക്കിടയിൽ ചർച്ചയാകുന്നത്. എപ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്താണ് നമുക്ക് മനസ്സിലാവുന്നുമില്ല. വേറെ കാര്യം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മുസ്ലിം ലോകം വരെ, മുസ്ലിം സമൂഹം വരെ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കുറെ അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന്. ഒരിക്കലും അല്ല. അനുഷ്ഠാനം എന്നത് ആദർശത്തിന്റെ അനുബന്ധം മാത്രമാണ്. നിസ്കാരമടക്കം, നിസ്കാരം അനുഷ്ഠാനമാണ്, അമലാണ്. നോമ്പ് അനുഷ്ഠാനമാണ്, അമലാണ്. സക്കാത്ത് അമലാണ്, ഹജ്ജ് അമലാണ്. ഈ അമലുകളെല്ലാം അടിസ്ഥാനമല്ല, അത് അനുബന്ധമാണ്. എന്തിന്റെ അനുബന്ധം? ഷഹാദത്തിന്റെ അനുബന്ധം. എന്താണ് ഷഹാദ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശലോകത്ത് വെച്ച് അള്ളാഹ്ക്ക് കൊടുത്തൊരു കരാറ്, ആ കരാറ് ഭൂമിയിൽ എത്തിയതിന് ശേഷം ആവർത്തിക്കേണ്ടതുണ്ട്. ആവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് നൂഹിന്റെ ഖൗമാണ്. അല്ലെങ്കിൽ ആവർത്തിക്കേണ്ടി വരുമായിരുന്നില്ല. നൂഹിന്റെ ഖൗമിന് ശേഷം ഇന്ന് വരെയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള 313 മുർസലീങ്ങൾ അത് ആവർത്തിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ത്യാഗം മുഴുവനും അവർ സഹിക്കേണ്ടി വന്നത്. മുർസലീങ്ങൾ അവർ വിപ്ലവകാരികളാ. ആദർശ വിപ്ലവത്തിന്റെ തുടക്കം എന്നാണ്. ഇല്ല എന്നതുകൊണ്ടാണ്. നോ, അപ്പോഴല്ലേ വിപ്ലവമാവുള്ളൂ. ആരെന്തു പറഞ്ഞാലും യെസ് 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 എന്ന് പറഞ്ഞാൽ പിന്നെ വിപ്ലവമില്ല, അന്ധമായ അനുകരണമേ ഉള്ളൂ. ഇസ്ലാമിന്റെ ആദർശത്തിൽ ഒന്നാമത്തത് നോ എന്ന് പറയല്ല. അപ്പോഴാ പ്രശ്നം ഉണ്ടാകുക. ഒരാളൊന്ന് പറഞ്ഞു അപ്പൊ മറ്റാളല്ല എന്ന് പറഞ്ഞു, അപ്പോഴല്ലേ അടി ഉണ്ടായില്ലേ. ഒരു കമ്മിറ്റി യോഗം കൂടിക്കൊണ്ടിരിക്കുന്നു, അധ്യക്ഷൻ ഒന്ന് പറഞ്ഞു യെസ്, വേറൊന്ന് പറഞ്ഞു യെസ്. അപ്പൊ എന്ത് പ്രശ്നമുള്ള കമ്മിറ്റി അധ്യക്ഷൻ ഒന്ന് പറഞ്ഞു, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു അത് പറ്റൂല, അപ്പോഴാ പ്രശ്നം ഉണ്ടാകുക. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ആകാശലോകത്തിൽ പ്രയോഗം ഉണ്ടായിട്ടില്ല. ആകാശലോകത്ത് അല്ലാഹു തആല ചോദിച്ച വിഷയം എന്താണ്? മനുഷ്യനോട്, നിങ്ങളെ ഞാൻ പരമപരിശുദ്ധമായി സൃഷ്ടിക്കുകയും നിങ്ങൾക്കൊരു ശുദ്ധമായ ആത്മാവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ആ ആത്മാവാണ് നിങ്ങൾ ശുദ്ധമാണ്. അശുദ്ധി നിങ്ങളിലേക്ക് ചേരുകയില്ല. അതെ, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ റൂഹിലേക്ക് അശുദ്ധി ചേരുകയില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യൻ അവന്റെ ജീവിത ശൈലി റൂഹിനെ ചീത്തപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്.
റൂഹ് സ്വന്തമായിട്ട് ഒരിക്കലും ചീത്തയാകുകയില്ല. വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സിൻ ആത്മാവിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, ആ ആത്മാവിനെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന പേടകത്തെ തന്നെയാണ് സത്യം. ശരീരം പേടകമാണ്. എന്തിന്റെ? റൂഹിനെ വഹിക്കാനുള്ള പേടകം. ഈ പേടകത്തിന് ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിന് ഇഖ്തിയാർ എന്നാ പറയുക, അത് നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ തെരഞ്ഞെടുപ്പ്, ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വെച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് ഹസനത്താണ്, മറ്റൊന്ന് സയ്യിഅത്താണ്. ഹസനത്ത് റൂഹിനെ ആരോഗ്യമുള്ളതാക്കി തീർക്കും, സയ്യിഅത്ത് റൂഹിനെ ബലമില്ലാതാക്കി തീർക്കും. ഈ ദുനിയാവിൽ നടക്കുന്നത് എന്തുകൊണ്ടാണത്? ദുനിയാവിൽ പ്രസക്തി ഈ ശരീരത്തിനാണ്. റൂഹ് ശരീരത്തിൽ ക്ഷമിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ആ സഹനത്തിന്റെ ഫലം ബർസഖിൽ റൂഹ് കാണിക്കും. ബർസഖിൽ റൂഹിനാണ് സ്വാതന്ത്ര്യം, ശരീരത്തിന് സ്വാതന്ത്ര്യമില്ല. ഭൂമിയിൽ ആ റൂഹിനെ അസ്വസ്ഥമാക്കിയ ശരീരത്തെ റൂഹ് വിടുകയില്ല. അദാബിന്റെ ഭാഗം അതാണ്. ഭൂമിയിൽ നെഫ്സിനെ, ആത്മാവിനെ, റൂഹിനെ അസ്വസ്ഥമാക്കിയ ശരീരത്തെ അള്ളാഹു ഈ റൂഹ് നാളെ വിടുകയില്ല. അള്ളാന്റെ കൽപ്പന കിട്ടുന്നതനുസരിച്ച് ശരിക്ക് പ്രതികാരം തീർക്കും ശരീരത്തോട്. ഭൂമിയിൽ പ്രതികാരം തീർക്കാൻ റൂഹിന് അനുവാദമില്ല. കാരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സുള്ളവനിക്ക് അംഗീകരിക്കാം, മനസ്സുള്ളവനിക്ക് തള്ളാം. അത് സ്വാതന്ത്ര്യമാണ്. ആ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരിഗണിക്കുന്നത്. പറഞ്ഞു വന്നത്, ആകാശലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുമായി നടന്ന ആ സമ്മേളനത്തിൽ, ആ ചർച്ചയിൽ വളരെ കൃത്യമാണ് ഖുർആൻ, ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുനൂബിൻ ദുർരിയതഹും, എന്നിട്ട് അല്ലാഹു ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ആകാശ ലോകത്ത് വെച്ച് ഓരോ മനുഷ്യനെ കൊണ്ടും അല്ലാഹു ഷഹാദത്ത് അറിയിപ്പിച്ചു. ആ ഷഹാദത്തിനാണ് നാം ഷഹാദത്തുർ റുബൂബിയ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷഹാദത്തുൽ ഉലൂഹിയ്യ. ഈ ഷഹാദത്തുർ റുബൂബിയയിൽ നിന്ന് ഉലൂഹിയത്തിന്റെ ഷഹാദത്തിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടി വന്നത്, ഡൈവേർട്ട് ചെയ്തുകൊണ്ടത് എന്തുകൊണ്ടാണ്? അതാണ് റിസാലത്തിന്റെ ചരിത്രം. അള്ളാഹ്ക്ക് റുബൂബിയ്യത്തിന് ഷഹാദത്ത് കൊടുത്ത അടിമകൾ പിന്നെ ഷഹാദത്തുൽ ഉലൂഹിയ കൂടി ഏറ്റെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആകാശലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് പറയിപ്പിക്കുന്നു, അശ്ഹദു. അതെല്ലാരെ കൊണ്ടും പറയിപ്പിച്ചു. അല്ലാഹ് ഹിന്ദുവിനെ കൊണ്ടും പറയിപ്പിച്ചു, ക്രിസ്ത്യാനിയെ കൊണ്ടും, ജൂതനെ കൊണ്ടും, മജൂസിയെ കൊണ്ടും, നിരീശ്വരവാദിയെ കൊണ്ടും, ബഹുദൈവവാദിയെ കൊണ്ടും, അങ്ങനെ ഫിറൗനെ കൊണ്ടും, മൂസ നബിയെ കൊണ്ടും, നമ്രൂദിനെ കൊണ്ടും, ഇബ്രാഹിം നബിയെ കൊണ്ടും, അബൂജഹലിനെ കൊണ്ടും, അഷ്റഫുൽ ഖൽഖിനെ കൊണ്ടും, എല്ലാരെ കൊണ്ടും അല്ലാഹു ഷഹാദത്ത് പറയിപ്പിച്ചിട്ടുണ്ട്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പറയല്ല, ബോലോ എന്നൊരു കൂട്ടത്തിൽ പറയല്ല, ഓരോരുത്തരെ കൊണ്ടും അല്ലാഹു പറയിപ്പിച്ചിട്ടുണ്ട്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോരുത്തരെ കൊണ്ടും അല്ലാഹു ഷഹാദത്ത് പറയിപ്പിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ, നിങ്ങളെ ഇലാഹ് ഞാനല്ലേ എന്നുള്ളതാണ് ചർച്ച. റുബൂബിയ്യത്തും ഉലൂഹിയത്തും വേർതിരിച്ച് ചർച്ച ചെയ്തേ പറ്റൂ. ഉലൂഹിയത്തിലുള്ള ചർച്ചയെ കുഴിച്ചു മൂടിയത് സൂഫികളാണ്. സൂഫികളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ജൂതന്മാരാണ്. എന്തിന്? ഒന്നാമത്തെ ഷഹാദ ബാത്തിലാക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയെങ്കിലേ മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നില്ല എന്നതുകൊണ്ടോ, നോമ്പ് നോക്കുന്നില്ല എന്നതുകൊണ്ടോ, സക്കാത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നില്ല, അതൊരു പാപമായിട്ടാണ് അല്ലാഹു തആല കാണുന്നത്. ചിലപ്പോ അല്ലാഹ് പുറത്തു കൊടുത്തെന്ന് വരും, ചിലപ്പോ അല്ലാഹ് മാപ്പാക്ക് സൂക്ഷിച്ചെന്നും വരും. ഒരു മുസ്ലിമിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് ഇതല്ല. ജൂതന് നന്നായിട്ടറിയാം, ഷഹാദത്ത് ബാത്തിലാകുമ്പോഴാണ് മുസ്ലിം അള്ളാഹുവിനെ പൂർണ്ണമായി കൈവടിയുന്നത്. ഒരിക്കലും ഒന്നും അല്ലാഹു തആല സ്വീകരിക്കാത്ത രീതിയിൽ നരകത്തിൽ കാലാകാലം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. അല്ലാഹു അക്ബർ. ആകാശലോകത്ത് വെച്ച് അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ ഷഹാദത്ത് കൊടുത്ത മനുഷ്യൻ സ്വതന്ത്രനാണ്.
അത് തന്നെയാണ് മനുഷ്യർക്കുള്ള ആദരവും നാം പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു ആദരിക്കപ്പെടുന്നത് ഇൻസാനിയത്തിന്റെ അഡ്രസ്സിൽ. എന്താ കാര്യം? അവന്റെ റൂഹ് പണ്ട് ലാ അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ അഷ്ഹദു അന്നല്ലാഹ റബ്ബുന എന്ന് ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി ആദരിക്കപ്പെടുന്നത് ഇൻസാനിയത്തിന്റെ അഡ്രസ്സിലാണ്. അവന്റെ റൂഹ് ആകാശത്തിൽ വെച്ച് ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ജൂതൻ, അത് നമ്മളെപ്പോഴും ഈ ഭൗതിക കാര്യത്തിൽ, രാഷ്ട്രീയ കാര്യത്തിലും മറ്റും കൊടിയ ശത്രുക്കളായിട്ട് കാണുന്ന ഫാസിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, അവര് പോലും അള്ളാഹുവിന്റെ അടുക്കൽ ഇൻസാനിയത്തിന്റെ അഡ്രസ്സിൽ ആദരിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ റുബൂബിയ്യത്തിന് ഷഹാദത്ത് പറഞ്ഞവരാണ്. അല്ലാഹു അക്ബർ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. പക്ഷെ സുമ്മസ്തഖാമു അവരെ കൊണ്ട് നടന്നില്ല. സുമ്മസ്തഖാമു നിലനിർത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ആയത്തിന്റെ ബാക്കിയതാ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അല്ലെങ്കിൽ അല്ലാഹുവാണ് എന്റെ റബ്ബ്. സുമ്മസ്തഖാമു, പിന്നെ അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല, പലരെ കൊണ്ടും കഴിഞ്ഞില്ല. അതുകൊണ്ട് പലരും കാഫിരീങ്ങളായി, മുർത്തദ്ദുകളായി, മുശ്രിക്കുകളായി, ക്രിസ്ത്യാനികളായി, ജൂതന്മാരായി, മജൂസികളായി, ഷിയാക്കളായി ഷഹാദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് വെച്ച് മനുഷ്യ സമൂഹത്തെ കൊണ്ട് റുബൂബിയ്യത്തിന് ഷഹാദത്ത് പറഞ്ഞിട്ട് വിട്ടതാ ഭൂമിയിലേക്ക്. അല്ലാഹു തആല ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ഷഹിദിനാ. ഖാലു, മനുഷ്യരാശി മുഴുവനും അന്ന് അള്ളാന്റെ മുമ്പിൽ പ്രസ്താവിച്ചു, ഷഹിദിന, ഏറ്റു അല്ലാഹുവേ, ഞങ്ങൾ ഭൂമിയിലെത്തിയാൽ നീ തന്നെയാണ് റബ്ബ് എന്ന് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണിത്? എന്തിനാലും ചർച്ച ചെയ്യാതെ പോയത്? ചർച്ച ചെയ്താൽ ബുദ്ധിമുട്ടുണ്ട്, ജാറക്കാർക്ക് നഷ്ടമാണ്. ജാറങ്ങളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കാൻ വേണ്ടി ജൂതൻ ഉണ്ടാക്കി തീർത്ത ഏർപ്പാടുകൾ അത് ഈ സമൂഹത്തിന് മനസ്സിലായി പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഷഹാദത്തിന് ചർച്ച ചെയ്യാതെ മുസ്ലിമീങ്ങൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അത് ജൂതന് നന്നായിട്ട് അറിയാം. ഭൂലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഒരു ഹജ്ജിന് പകരം 100 ഹജ്ജ് ചെയ്തോട്ടെ, 2.5% സക്കാത്തിന് പകരം 100% സക്കാത്തായിട്ട് കൊടുത്തോട്ടെ, ഒരു മാസത്തെ നോമ്പിന് പകരം ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റോട്ടെ, ഒരു ചുക്കും നേടാൻ ഈ ഉമ്മത്തിനെ കൊണ്ട് കഴിയില്ല എന്ന് ജൂതൻ അറിയാം, ഷഹാദത്ത് സഹിയല്ലെങ്കിൽ. അതുകൊണ്ട് അവര് ലോകത്ത് ഹജ്ജില്ലാതാക്കാൻ ശ്രമിക്കാറില്ല. ക്രിസ്ത്യാനികളും ജൂതന്മാരും നോമ്പില്ലാതാക്കാൻ ശ്രമിക്കാറില്ല, നിസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിക്കാറില്ല, സക്കാത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കാറില്ല. ജൂതനസറാക്കൾ അടക്കമുള്ളവർ സക്കാത്തിന് ഫുൾ സപ്പോർട്ടാണ്. അവർ സക്കാത്തിന്റെ മഹത്വം ക്രിസ്ത്യാനികൾ വരെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോമ്പിന്റെ മഹത്വം ശാസ്ത്രജ്ഞന്മാർ 100% അംഗീകരിച്ചു തന്ന കാര്യമാണ്. ഇതിനൊന്നും ജൂതനസറാക്കൾക്ക് എതിർപ്പില്ല. ജൂതനസറാക്കൾക്ക് എതിർപ്പ് ഉമ്മത്ത് ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിലാണ്. ഞാൻ തുടങ്ങി വെച്ചത് ആകാശ ലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന് കൊടുത്ത ഷഹാദത്ത് ആദം കൃത്യമായി പാലിക്കുകയായിരുന്നു. ആദമിന്റെ മക്കളും മക്കളും പേരക്കുട്ടികളോടക്കം 10 തലമുറ കൃത്യമായി പാലിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് ഈ ശീസി നബി, ഇദ്രീസ് നബിയൊക്കെ നബിയായിട്ട് വരുന്നത്. അവരാരും റസൂലുകളല്ല. ആകാശ ലോകത്ത് വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദത്ത് ലംഘിക്കാത്തത് കൊണ്ടും ബാത്തിലാക്കാത്തത് കൊണ്ടുമാണ് റസൂൽ ആവശ്യമാകാതെ വന്നത്. ആദം നബിക്ക് അല്ലാഹ് നുബുവത്തെ കൊടുത്തിട്ടുള്ളൂ, റിസാലത്ത് കൊടുത്തിട്ടില്ല. ഇന്നല്ലാഹ ഇസ്തഫ ആദം. ഇദ്രീസ് നബിക്ക് അല്ലാഹ് നുബുവത്തെ കൊടുത്തിട്ടുള്ളൂ, റിസാലത്ത് കൊടുത്തിട്ടില്ല. ശീസ് നബിക്ക് അല്ലാഹ് ഇദ്രീസ് റിസാലത്ത് കൊടുത്തിട്ടില്ല, നുബുവത്തെ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണ്? ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച ആദമിന്റെ തലമുറ 10 തലമുറ, ഏതാണ്ട് 2-3000 കൊല്ലക്കാലം അള്ളാഹ്ക്ക് ആകാശത്തിൽ വെച്ച് കൊടുത്ത ഷഹാദത്ത് അവർ ലംഘിച്ചില്ല. 11ാമത്തെ തലമുറയിലാണ് ശൈത്താന്റെ പരിശ്രമം വിജയിച്ചത്. ബഹുമാനപ്പെട്ട നൂഹ് നബി വരുന്ന ആ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചില ഉലമാക്കൾ ഉണ്ടായിരുന്നു, ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാര്. അവരന്ന് ഇറാഖിലെ കാളിമാരായിരുന്നു, ഖത്തീബുമാരായിരുന്നു, മുദരിസുമാരായിരുന്നു. അന്ന് ദർസുണ്ട് അവിടെ, മദ്രസയുണ്ട് അവിടെ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. അതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഉലമാക്കളാണ്, ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാര്. ആ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരായ 5 പണ്ഡിതന്മാരാണ് വദ്, സുവാ, യഊഖ്, യഹൂസ്, നസ്ർ എന്ന പണ്ഡിതന്മാർ, മശായിഖുകൾ, മുവഹിദുകൾ, ദീനുൽ ഇസ്ലാമിന്റെ കാവലാളുകൾ. അവരാണ് ആ സമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തത്.
അവരോരോരുത്തരും മരിച്ചപ്പോൾ ഇറാഖിലെ പൊതു ഖബറിസ്ഥാനിൽ അവരെ കബറടക്കി. അടുത്ത തലമുറയിൽ ശൈത്താൻ പ്രവേശിക്കുകയും ഈ മഹാന്മാരെ കബറ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരുടെ ബർക്കത്ത് കൊണ്ട് വേണം ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നേടാൻ എന്ന് ഉപദേശിച്ചു. 11ാമത്തെ തലമുറ ഇലാഹറത്തിലെത്തി. അതാണ് ശിർക്കിന്റെ ആരംഭം. അതല്ലാതെ നമ്മൾ മനസ്സിലായത് ഈ അമ്പലും ചർച്ചും അതേപോലെയുള്ളതൊന്നല്ല ശിർക്കിന്റെ ആരംഭം. അതൊക്കെ അടുത്ത കാലത്ത് വന്നതാണ്. 2200 കൊല്ലം ആയിട്ടുള്ളൂ ചർച്ച് വന്നിട്ട്. 2200 കൊല്ലം. ഈസ നബി പോയിട്ട് 300 കൊല്ലം പ്യൂർ ഇസ്ലാം നിലവിലുണ്ടായിരുന്നു. ഈസ നബി പോയിട്ട് 300 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സെന്റ് പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ശീലിപ്പിക്കാൻ തുടങ്ങിയത്. ഇലാഹദറത്തി ഈസ പറയാൻ തുടങ്ങിയത്. അന്നത്തെ ഖുതുബിയത്തി യാ ഈസ ബിന മറിയം, യാ ഈസ ബിന മറിയം എന്തായിരുന്നു? ഇലാഹദറത്തി ഈസ ബിന മറിയം അൽ ഫാത്തിഹ ആയിരുന്നു അന്നത്തെ മൗലൂദ്. മനസ്സിലാക്കണം. അതിന് തൊട്ട മുമ്പല്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ജൂതമതം ഉണ്ടാകുന്നത്? അതോ വഫാത്തായതിന്റെ പിറ്റേന്ന് തന്നെ ജൂതമതം ഉണ്ടായോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ 4ഓ 5ഓ തലമുറ കഴിഞ്ഞപ്പോഴല്ലേ ഉസൈർ അള്ളാന്റെ വലിയാണെന്നും അദ്ദേഹത്തിന് ഇലാഹ നടത്തി പറഞ്ഞാലേ കാര്യം നടക്കൂന്നും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ആൾക്കാരെ മുഴുവനും തറത്തിലെത്തിച്ചത്. അതുമുതലല്ലേ യാ ഉസൈറുബിനുള്ള യാ ഉസൈറുബിനുള്ള കുത്തിവെത്ത് തുടങ്ങിയത്. 200 കൊല്ലയിലായിട്ടുള്ളൂ കൂട്ടരെ ജാവോസിയാമോ ഇതിൻ കുത്തുബിയത്ത് തുടങ്ങിയിട്ട് 200 കൊല്ലയിലായിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് വഫാത്തായിട്ട് 1400 ചില കൊല്ലം കഴിഞ്ഞില്ലേ? അതിൽ 200 കൊല്ലത്തിന് മുമ്പ് ഏതോ തമിഴ്നാട്ടുകാരനായ അണ്ണൻ ഉണ്ടാക്കിയ കുത്തുബിയത്ത് ഇസ്ലാമിന്റെ ഭാഗമാക്കിയത് ആരാണ്? ജൂതനാക്കിയതാണ്. അത് ഷഹാദത്തിനെ ബാത്തിലാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കുത്തുബിയത്ത് നയിക്കുന്നവൻ മുർത്തദ്ദാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. എന്തുകൊണ്ട്? അവൻ അള്ളാന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കുന്നവനാണ്. എന്താണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം? ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ പ്രാവശ്യവും ആൾക്കാർക്ക് വലിയ സംശയം. എന്നാലും ഉസ്താദെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അവർ നിസ്കരിക്കുന്നവരല്ലേ, അവർ നോമ്പുവെക്കുന്നവരല്ലേ, നിസ്കരിക്കുകയും നോമ്പുവെക്കുകയും ചെയ്യുന്നവരെ തന്നെയല്ലേ അള്ളാന്റെ റസൂലും മുർത്തദ്ദാക്കിയത്? അള്ളാന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിനെ ഗാഫിറാക്കിയത് ആരെയായിരുന്നു? ആരായിരുന്നു? മുസ്ലിമുൽ കസാബ്. മുസ്ലിമുൽ കസാബ് ആരാണ്? ഗാഫിറായിരുന്നോ? വേറെ മതക്കാരനായിരുന്നോ? കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരുന്നില്ല മുസ്ലിമുൽ കസാബ്? കൃത്യമായി നോമ്പ് വെക്കുന്ന ആളും കൃത്യമായി ഹജ്ജ് ചെയ്യുന്ന ആളും അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി അംഗീകരിച്ച ആളല്ലേ മുസ്ലിമുൽ കസാബ്? എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ മുസ്ലിമുൽ കസാബിനെ കാഫിറാക്കിയത് എന്തിന്റെ പേരിലായിരുന്നു? ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം പോയിട്ട് അവരെ കൊന്നുകളഞ്ഞില്ലേ യമാമ യുദ്ധത്തിൽ? എന്തിനായിരുന്നു കൊന്നത്? മുസ്ലിമീങ്ങളെ കൊല്ലാൻ പാടുണ്ടോ? നിസ്കരിക്കുന്നവരെ നോമ്പ് വെക്കുന്നവരെ കൊന്നു എന്ന് പറയാൻ പറ്റുമോ അബൂബക്കർ സിദ്ദീഖിനെ പറ്റി? ഒരു കൃത്യമായി നിസ്കരിക്കുകയും ഇതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായിരുന്നില്ലേ മുസ്ലിമുൽ കസാബിന്റെ ഒന്നിച്ചുള്ള 40,000-ഓളം ബനു ഹനീഫ് പത്രക്കാര് ആയിരുന്നില്ലേ? എന്നിട്ട് ഒരു ദയയും കാണിക്കാതെ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു കൈകാര്യം ചെയ്തില്ലേ? ഇപ്പൊ കുറച്ച് കൂട്ടക്കാർ വന്നിട്ടുണ്ട്, ചില സലഫി തരീഖത്തുകാര്, സലഫി തരീഖത്തുകാര്. ഉദുറുംബിൽ ജഹ്ലു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒഴിവാക്കാൻ അമ്മേന്റെ ആളെ എല്ലാം നമ്മൾ തീരുമാനിച്ചാൽ മതി. ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പൊ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വിശദീകരിക്കേണ്ട സമയത്ത് വിശദീകരിക്കാം. അലി അല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളെ ആയിരുന്നില്ലേ തീയിലിട്ട് കൊന്നത്? ആയിരുന്നില്ലേ? അലി അല്ലാഹു തീ കൊണ്ടുണ്ടാക്കിയിട്ട് തീയിലിട്ട് കൊന്നത് ആരെയായിരുന്നു? ഹിന്ദുക്കളെ ആയിരുന്നോ? ക്രിസ്ത്യാനികളെ ആയിരുന്നോ? ജൂതന്മാരെ ആയിരുന്നോ? മുസ്ലിമീങ്ങളെ ആയിരുന്നില്ലേ? അവർ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അവർ കൃത്യമായി നോമ്പുവെക്കുന്നവരായിരുന്നില്ലേ? മുഹമ്മദി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? എന്നിട്ടും അവർ ബഹുമാനപ്പെട്ട അലി അല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അവരെ തീയിലിട്ട് കരിച്ചു കൊല്ലാൻ കാരണം എന്താ? അലി അല്ലാഹു തആല അൻഹുവിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ ബഹുമാനപ്പെട്ട അലി അല്ലാഹുവിനെ ഹാജരാക്കി, അലി അല്ലാഹുവിന്റെ സദസ്സിൽ ഹാജരാക്കി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? അതെ ശരിയാണ്, ഞങ്ങൾ നിങ്ങളെ കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നവരാ. അല്ലാഹ് നിങ്ങൾ പറഞ്ഞാലേ കാര്യം നടത്തുമെന്ന് വിശ്വസിക്കുന്നവരാ. അപ്പൊ അലി അല്ലാഹു തആല എന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? അല്ലാഹുവിനെതിരല്ലേ അത്? എനിക്ക് എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വാധീനം? ഞാൻ അള്ളാഹുവിന്റെ ഒരു അബ്ദു മാത്രമല്ലേ? അത് നിങ്ങൾ എന്തോ പറഞ്ഞോ, ഞങ്ങൾക്കത് വിഷയമല്ല, നിങ്ങൾ തന്നെയാണ് റബ്ബ്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു അല്ലാത്ത റബ്ബുകളെയും കൊണ്ട് നടക്കുകയല്ലേ 5 നേരം നിസ്കരിക്കുന്നവർ, നോമ്പ് വെക്കുന്നവർ അല്ലേ? അള്ളാഹു അല്ലാത്ത ഖാലിക്കുകളെയും മാലിക്കുകളെയും മുദബ്ബിറുകളെയും കൊണ്ട് നടക്കുകയല്ലേ? അവർക്കെല്ലാം അത് അറിവില്ലാതെ. എന്തറിവാണ് ഇന്നില്ലാത്തത്? അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തറിവിനാണ് ഇവിടെ ക്ഷാമം? അലി അല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പില്ല. ഉടൻ തന്നെ കൽപ്പന കൊടുത്തു തീക്കുണ്ഡം ഉണ്ടാക്കാൻ.
തീക്കുണ്ടമുണ്ടാക്കി ജീവിച്ചിരിക്കുന്ന വലിയന്റെ കഥയായി പറയുന്നത്. പിന്നെ മരിച്ചുപോയാൾ കഥ പറയണം. മരിച്ചുപോയാൾ വന്നിട്ട് ഒരു ഷെഖങ്ങളോ റിഫാ ഷെഖങ്ങളോ വന്നിട്ട് എന്നെ വിളിക്കണ്ടെന്ന് പറയില്ലല്ലോ. അലി അള്ളാഹുവിന് ജീവനോടെ പറഞ്ഞിട്ട് എന്നെ കൂട്ടാക്കിയില്ല. പിന്നെയാണോ അനുയായികൾ മരിച്ചുപോയ തങ്ങന്മാരുടെ അനുയായികൾ കൂട്ടാക്കാൻ? അലി അള്ളാഹു തആല വളരെ കൃത്യമായിട്ട് തന്നെ അവർ കാഫിരീകളാണെന്ന് വിധി കൽപ്പിച്ചു. അവർ അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല, അള്ളാഹുവിനെ നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, മുഹമ്മദ് നബിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ധമായി അലി അല്ലാഹു തആലാഹുവിനെ ആദരിക്കുകയും അലിയാണ് കാര്യങ്ങൾ നടത്തുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആലാഹു അവരെ തീയിലിട്ട് കരിച്ചു കൊന്നു. ആ കൊല്ലുന്ന സമയത്ത് അവരെന്താ പറയുന്നറിയോ? നമ്മുടെ കാലഘട്ടത്തിലുണ്ട് ഷെയ്ഖുന നരകത്തിലാണെങ്കിൽ അമ്മു നരകത്തിലേക്ക് ഒരു പേടിയും നമുക്കില്ല എന്ന് പറയുന്ന ഷിയാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ അവരും പറഞ്ഞത്, അവരെന്താ പറഞ്ഞതെന്നറിയോ? അറിയുന്നത് അലി ഞങ്ങളെ കൊന്നോളി, കാരണം അള്ളാഹുവിനെ കൊല്ലാൻ അവകാശമുണ്ട്, നിങ്ങൾ ഞങ്ങളെ റബ്ബാണ്, റബ്ബിനാണ് കൊല്ലാൻ അവകാശം, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ ഞങ്ങൾ മരിച്ചോളാം. ആ സമയത്തും കൂടി അവരെ വിശ്വാസം മാറ്റിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലി അല്ലാഹു തആല അൻഹു അവരെ കൊന്ന രീതിയെ വിമർശിച്ചിട്ടുണ്ട്. തീ കൊണ്ടുവന്നത് ശരിയായില്ല എന്ന്. ഞാനാണെങ്കിൽ അവരെ കൊല്ലുക തന്നെ ചെയ്യും, ഇബ്നു അബ്ബാസിന്റെ വാചകം. പക്ഷെ അലി തീ കൊണ്ടുവന്നു. കാരണം റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, ലാ തുഅദിബു ബിൻ അദാബില്ല, അല്ലാഹ് ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾ ആരെയും ശിക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തീയാണ്, അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിച്ചത് ശരിയായില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരു അഭിപ്രായം പറഞ്ഞത്. നല്ലത് റളിയല്ലാഹു തആല ചെയ്തത് തെറ്റാണെന്നല്ല, ആ ചെയ്ത രീതി ഉലമാക്കൾ എന്താ പറഞ്ഞത്? ഒന്നിക്കൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഹദീസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ റളിയല്ലാഹു തആല അൻഹുവിന് മുജ്തഹിദായ റളിയല്ലാഹു തആല അൻഹുവിന് ആ ഹദീസിന്റെ വിഷയത്തിൽ നടപ്പിലാക്കുന്ന വിഷയത്തിൽ സ്വന്തം ചില ഇജ്തിഹാദാത്തുകൾ ഉണ്ടാകാം. അതാണ് ഉലമാക്കളുടെ പക്ഷം. അത് തുടർന്നില്ലേ, ഇന്നും തുടരുകയല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഖാദിയാനികൾ കാഫിറാണെന്ന് നാം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉദ്റും ബിൽ ജഹൽ അവർക്ക് ബാധകമല്ലേ? ഇവിടെ ചില സലഫി സൂഫി തരീഖത്തുകാരുടെ നേതാക്കന്മാരും കിതാബ് വേറികളായ കുറെ മുരീദന്മാരും ഉദ്റും ബിൽ ജഹലും പറഞ്ഞിട്ട് ഈ സമൂഹത്തെ മുഴുവനും ഹലാക്കാക്കിയില്ലേ, നശിപ്പിച്ചില്ലേ? ഖാദിയാനികൾക്ക് എന്താ ഉദ്റും ജഹല് ബാധകമല്ലേ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ? അവർ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നവരല്ലേ? അവർ 5 നേരം നിസ്കരിക്കുന്നവരല്ലേ? ഖാദിയാനി പള്ളിയിൽ ബാങ്ക് ഇഖാമത്തും ഇല്ലേ? അവർ സക്കാത്ത് കൊടുക്കുന്നവരല്ലേ? നോമ്പ് നോക്കുന്നവരല്ലേ? റമളാൻ മാസം അവർക്ക് പുതിയ ദീൻ വല്ലതും ഉണ്ടോ? അവരെന്തുകൊണ്ടാണ് കാഫിറാക്കിയത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും നിഷേധിച്ചോ? അവർ ഇവിടുത്തെ ശിയാക്കളെ പോലെ, ഇവിടുത്തെ ജാറക്കാരെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണോ അവരെ കുഴപ്പം? മുഹമ്മദ് റസൂലുള്ളാഹിയിലല്ലേ അവരെ കുഴപ്പം? ഖാദിയാനികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കുഴപ്പമുണ്ടോ? അവരെന്തെങ്കിലും കുഴപ്പം പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ വരെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചിലരൊക്കെ. എന്നിട്ടും നാം അവരെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു, അവരുമായിട്ട് വിവാഹം പാടില്ല എന്ന് പറയുന്നു. അവരുമായിട്ട് വിവാഹം പാടില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ശിയാക്കളോടെന്തോ എങ്ങനെ വിവാഹം നടക്കുക? അത് ശരി, ഇവരിൽ നമ്മൾ ഒന്നിച്ചല്ലേ ഉള്ളത്, അവർ നമ്മൾ ഒന്നിച്ചില്ലല്ലോ. ഖാദിയാനികളെ പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റൂല്ലെങ്കിൽ ഇവിടുത്തെ ഖുറാഫികളെ പള്ളിക്ക് എങ്ങനെ നിസ്കരിക്കാൻ പറ്റുക? കുത്തുബ ചെയ്യിക്കുന്നവന്റെ പിറകിൽ നിന്ന് എങ്ങനെ നിസ്കരിക്കും? അവൻ തനി മുശ്രിക്കല്ലേ, കുതുബ് തൂത്തിയിരിക്കുന്നവൻ. യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ഇമാമു എന്നാൽ ഓനെ തുറന്ന് നിസ്കരിക്കൽ എങ്ങനെയാ? കാഫിറിനെയും മുശ്രിക്കിനെയും തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല റസൂലാക്കി നിയോഗിക്കേണ്ടി വന്നത് ഇത്തരം കുത്തുബിയത്തുകാർക്കെതിരിലല്ലേ? യഹൂസിനസ്റുകൾക്ക് ജാറങ്ങൾ ഉണ്ടാക്കി ഇലാഹറത്തിയുമായിട്ട് സമൂഹം പോകാൻ തുടങ്ങിയതിന് പുരോഹിതന്മാര് നേതൃത്വം കൊടുത്തു, ഖത്തീബുമാര് നേതൃത്വം കൊടുത്തു, അന്നത്തെ മുദരിസുമാര് നേതൃത്വം കൊടുത്തു അന്നത്തെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി വഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി നൂഹ്. നൂഹിന്റെ ഖൗമിലെ മൗലാനമാര്, അവരുടെ നേതാക്കന്മാര് കാഫിരീങ്ങളായ നേതാക്കന്മാര്. നിസ്കരിക്കുന്നവരെ പറ്റിയല്ലേ അല്ലാഹു തആല പറഞ്ഞ കാഫിർ? നോമ്പ് വെക്കുന്നവരെ പറ്റിയല്ലേ പറഞ്ഞത്? ജാറങ്ങളടുത്തേക്ക് പോയി എന്നതുകൊണ്ട് മാത്രമല്ലേ അല്ലാഹു അവരെ കാഫിരീങ്ങൾ എന്ന് വിളിച്ചത്? അല്ല വേറെ എന്തെങ്കിലും കാരണം ആ ഖൗമിനെ പറ്റി കാഫിറാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവുണ്ടോ? ഖുർആനും ഹദീസും ചരിത്രവും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറ. വെറും ജാറത്തിൽ പോയി എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാഹു അവരെ കാഫിർ എന്ന് വിളിച്ചത്. വലഖദ് വഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി നൂഹ്. നൂഹിന്റെ ഖൗമിൽ നിന്ന് മലഉകൾ പറഞ്ഞു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. കാഫിരീങ്ങളായ മലഅ്. എന്താണ് അവരെ കുഫ്ർ?
അവർ അള്ളാന്റെ റഹ്മാനിയത്തിനെ നിഷേധിച്ചു. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവരുമായി 5 മഹാന്മാരായ ജാറങ്ങളെ വെച്ചുകൊണ്ട് അവിടെ തുടങ്ങിയതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയല്ലേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ് റിസാലത്ത്. ചരിത്രത്തിൽ 1-ാമത്തെ ഘട്ടം. അതൊരു പ്രത്യേക ഇബാദത്തുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു പൊതുവ്യവസ്ഥിതി ആയതുകൊണ്ടാണ്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിന്റെ പ്രത്യേകത? മറുപക്ഷത്തുള്ളത് ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള പുരോഹിതന്മാർക്കെതിരിലാണ് നൂഹ് നബിന്റെ റിസാലത്ത്. അന്ന് പ്രത്യേകമായ ഒരു ഭരണകൂടം നിലവിലില്ല. പുരോഹിതന്മാര് സമൂഹത്തെ നിയന്ത്രിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നൂഹ് നബിന്റെ നേതൃത്വത്തിൽ വന്ന നൂഹ് നബിന്റെ റിസാലത്തിനെതിരിൽ ഒരു ഭരണകൂടം നൂഹ് നബിയെ എതിർത്തില്ല. മറിച്ച് നൂഹ് നബിന്റെ ഖൗമിലെ മൗലാനമാരാണ് എതിർത്തത്. ചരിത്രം ശരിക്കും പഠിച്ചിരിക്കണം. അതിനകത്ത് നൂഹി കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിലുള്ളത് അന്നത്തെ സമൂഹത്തിലെ മൗലാനമാര് മാത്രമാണ്. അവരാണ് ആ സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഇറാഖികളെ പ്രത്യേക രാജകുടുംബങ്ങളില്ല. അതുകൊണ്ട് തന്നെ നൂഹ് നബിന്റെ കാലഘട്ടത്തെ പ്രത്യേകം ഒരു ഇബാദത്തുമായി അല്ലാഹു കണക്ട് ചെയ്തിട്ട് ആ ചരിത്രത്തെ നമ്മളെ പഠിപ്പിച്ചില്ല. അത് എന്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പൊതുവായിട്ട് നിൽക്കണം അത്. പിന്നെ വരുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇതേ ദൗത്യം തന്നെയായിരുന്നില്ല നേർക്കൊണ്ട് വന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേരിടേണ്ടി വന്നത് 2 സമൂഹത്തെയാണ്. ഒന്ന് സ്വന്തം ബാപ്പയായ ആസറിന്റെ നേതൃത്വത്തിലുള്ള പൗരോഹിത്യത്തെ, 2 ആസറിന്റെ നേതൃത്വത്തിൽ നയിക്കപ്പെടുന്ന നമ്രൂദിന്റെ ഭരണകൂടത്തെ. അവിടെയാണ് ഭരണകൂടം വരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 2 സമൂഹത്തെയാണ് നേരിട്ടത്. ഒന്ന് നമ്രൂദാകുന്ന രാഷ്ട്രീയക്കാരൻ, പിന്നെ ഒന്ന് ആസറാകുന്ന പുരോഹിതൻ. ഇന്ന് ആസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടുത്തെ ഷീഈ സമൂഹത്തിന്റെ പ്രസിഡന്റ് ആവും, ഇവിടുത്തെ നാഷണൽ ഖാദിയാവും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അല്ല, ലോക ഗ്രാൻഡ് മുഫ്തിയാവും ഇന്ന് ആസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ സമൂഹം ഉണ്ടല്ലോ, ഈ ശൈഖുനമാരുടെയും മൗലാനകളുടെയും സമൂഹം, ആസറിന് റളിയല്ലാഹു അൻഹു പറയും. അവർ പറയുന്നത് റളിയല്ലാഹു അൻഹു അല്ല പറയാ അവര്, മറിച്ച് ആസർ ഇബ്രാഹിം നബിന്റെ ഇളയപ്പയാന്ന്, ഉപ്പയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉരുളും. അള്ളാഹ് പറയുന്ന ഉപ്പയാണെന്ന്. യാ അബത്തി വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി എന്നല്ല പറയുന്നത്. ഇവരിവിടുത്തെ ഷിയാക്കണ്ടല്ലോ, ജാറത്തിന്റെ ആൾക്കാര്. ഈ ജാറത്തിന്റെ ആൾക്കാര് ആസർ ഇബ്രാഹിം നബിന്റെ ബാപ്പയാണെന്ന് സമ്മതിക്കൂല. അവർക്ക് സ്വകാര്യമായിട്ട് അവർ അലൈഹിസ്സലാമും പറയും, ആസറിന് റളിയല്ലാഹു അൻഹുവും പറയും. തനിച്ചതിയന്മാരാണ് കൂട്ടരെ ഈ ജാറക്കാര്. എന്നിട്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സലഫികൾ തയ്യാറാകുന്നതിന്റെ നാണക്കേട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു വിഡ്ഢിത്തത്തിലാണ് ഈ സലഫികൾ എന്ന് പറയുന്ന ചിലർ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന്. അതെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അല്ലാഹു തആല ഇബ്രാഹിം ഈ കാലഘട്ടത്തെ ഇബാദത്തുമായി ബന്ധിപ്പിച്ചു. ശവ്വാൽ മാസം മുതൽ ദുൽഹജ്ജ് മാസം വരെയുള്ള 3 മാസങ്ങൾക്ക് ഇബ്രാഹിമി ചരിത്രത്തോടാണ് ബന്ധം. ദുൽഹജ്ജ് മാസം നടന്ന ഹജ്ജിനെ ഇബ്രാഹിമി കാലഘട്ടവുമായിട്ട് അല്ലാഹു ബന്ധിപ്പിച്ചു. ആ ഹജ്ജിനെ മുഹമ്മദി ശരീഅത്ത് അനുസരിച്ച് ഈ സമുദായത്തിന്റെ അമലാക്കിയത് എന്തിനാ? ഇബ്രാഹിമി കാലഘട്ടത്തെ ഈ സമുദായം കൃത്യമായി പാഠം ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഹജ്ജ്? വഅദാനും മിനല്ലാഹി ഇലന്നാസി വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം മുഹമ്മദി ഉമ്മത്തിന് വിളംബരമുണ്ടായി, ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക്. ആ വിളംബരം ഇബ്രാഹിമി പാരമ്പര്യത്തെ വെച്ചുകൊണ്ടാണ്. അല്ലാഹു തആല ദുൽഹജ്ജ് മാസത്തെ അമലുമായി ബന്ധിപ്പിച്ച ചരിത്രത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മുവഹിദുകൾക്കല്ലാതെ ഷിയാക്കൾക്ക് ഹജ്ജ് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇബ്രാഹിമി ശരീഅത്ത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? മുവഹിദുകൾക്കല്ലാതെ ഷിയാക്കൾക്ക് എന്ത് പ്രയോജനമാണ് ഹജ്ജ്? ലക്ഷങ്ങൾ ചെലവാക്കി സമയവും പൈസയും കളയാം എന്നതിൽ കവിഞ്ഞ് എന്ത് നേട്ടമാണ് ഇവിടുത്തെ ജാറക്കാർക്ക് ഹജ്ജ് കൊണ്ട് കിട്ടാനുള്ളത്? വല്ലാഹി ഒരു നേട്ടവും കിട്ടാനില്ല ജാറത്തിന്റെ ആൾക്കാർക്ക്. മുവഹിദുകൾക്ക് മാത്രമുള്ളതാണ് ഹജ്ജ്. അത് അന്ന് പ്രഖ്യാപിച്ചതാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ, നാട്ടിലെ ജാറക്കാരൻ കൂടി ഒന്നിച്ചു പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഹജ്ജ് വേണ്ടെന്ന് വെച്ചു. അബൂബക്കർ സിദ്ദീഖിനെ അയച്ചു ഹജ്ജിന്. റസൂലുള്ളാഹി തങ്ങൾ ആ കൊല്ലം പോയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രഖ്യാപനം വരുന്നത്. ഉടൻ തന്നെ അലി അല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയച്ചു മക്കത്തേക്ക്. അബൂബക്കറോട് പറയണം, അടുത്ത കൊല്ലം മുതൽ ഒരൊറ്റ ജാറക്കാരനും ഹജ്ജിന് വരാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ ഇബ്രാഹിം അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹു ജാറത്തിന്റെ ആൾക്കാർ അടുത്ത കൊല്ലം മുതൽ ഹജ്ജ് വരാൻ പാടില്ല എന്ന് തീരുമാനം ഉണ്ടാക്കിയത്. അവർ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? നോമ്പ് വെക്കുന്നവരായിരുന്നില്ലേ? സക്കാത്ത് കൊടുക്കുന്നവരായിരുന്നില്ലേ? അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നില്ലേ? ആ ഹജ്ജാണ് മുടക്കിയത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പറ്റൂല എന്ന് പറഞ്ഞു. പിറ്റത്തെ കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ പോയി ഹജ്ജിന്.
അപ്പോഴേക്കും കഅബാലയത്തിന്റെ പരിസരം ജാറങ്ങളിൽ നിന്ന് ശുദ്ധമായി. 300 ചില്ലറ ജാറം അടിച്ചു പൊളിച്ച് തകർത്ത് അള്ളാഹുവിന്റെ വഹദാന്യത്തിന്റെ വീടാക്കി റസൂലുള്ളാഹി തങ്ങൾ. അതിനുശേഷമേ റസൂലുള്ളാഹി ഞങ്ങൾ ഹജ്ജിന് പോയുള്ളൂ. അതുകൊണ്ട് ഹജ്ജ് കുറെ നീണ്ടുപോയത്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിൽ അവസാനമാണ് ഹജ്ജ് നടന്നത്. അഷ്റഫുൽ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്ന് മുഹറം, സഫർ, റബീഉൽ അവ്വൽ വഫാത്താവുകയും ചെയ്തു. ആകെ ചെയ്തൊരു ഹജ്ജാണ്. നിസ്കാരം നേരത്തെ ഫർലായി, സക്കാത്ത് നേരത്തെ ഫർലായി, നോമ്പ് നേരത്തെ ഫർലായി. ഹജ്ജ് ഫർലാകുന്നത് ഇതോടുകൂടിയാണ്. എന്താ കാര്യം ചിന്തിക്കണ്ടേ? പിന്നെ വന്നു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. ഇന്നല്ലാഹു അസ്തഫാ നൂഹൻ വആല ഇന്നല്ലാഹു അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇബ്രാഹിം ഈ കുടുംബത്തെയാണ് അല്ലാഹു തആല ചരിത്രത്തിന്റെ ഭാഗമാക്കിയത്. അതും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ വരുന്നത് ഇമ്രാന്റെ കുടുംബമാണ്. അതിൽ പ്രധാനി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരേ ശക്തികളായി 2 ശക്തികൾ. ഒന്ന് ഫറോവാന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയം, മറ്റേത് മലഉ ഖൗമി ഫിർഔൻ, ഫറോവ സമൂഹത്തിലെ മൗലാനമാര്, ശൈഖുനമാര്. ഈ 2 സമൂഹം. മറ്റേതിൽ പ്രത്യേകത എന്താ? ഇവിടുത്തെ ശൈഖുനമാർക്കൊരു സ്വാധീനവും ഫറോവാന്റെ രാഷ്ട്രീയത്തിലില്ല. മറിച്ച് നമ്രൂദിന്റെ രാഷ്ട്രീയത്തിൽ ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് സ്വാധീനമുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വന്ന സംഭവം അതാണ്. ഫറോവയാണ് 1ാം നമ്പർ, 2ാം നമ്പർ മൗലാനമാര്. മൗലാനമാര് ഫറോവ പറയും പോലെ കേട്ടോളം, നമ്രൂദോ ആസർ പറയും പോലെ കേട്ടോളം. വ്യത്യാസത്തിന്റെ കൂട്ടർ ചരിത്രം പഠിച്ചേ പറ്റും. ഞാനും സലഫിയാണ്, നീയും സലഫിയാണ് പറഞ്ഞിട്ടൊന്നും നടന്നിട്ട് കാര്യമില്ല. ആ സംഭവത്തെ അല്ലാഹു തആല മുഹറം മാസവുമായിട്ട് ബന്ധിപ്പിച്ചു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെയും ചരിത്രത്തെയും. മുഹറം മാസം മിഞ്ഞാന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന്റെ മേൽ, മുഹമ്മദി ഉമ്മത്തിന്റെ മേൽ മുഹറം മാസത്തെ ഇബാദത്തിന്റെ മാസമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കാലഘട്ടം മുവഹിദുകൾ പഠിക്കണം. അതേ, മുവഹിദുകൾക്ക് മാത്രമാണ് മുഹറത്തിന്റെ സന്ദേശം. വല്ലാഹി ജാറത്തിന്റെ ആൾക്കാർക്ക് മുഹറത്തിന് ഒരു സന്ദേശവുമില്ല. അതുകൊണ്ടാണ് നെഞ്ചത്ത് വെച്ചിട്ട് കരയുന്നത്. ചത്തൊടുങ്ങിയേ പറ്റൂ. ഹദ്റത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ മുഹറവുമായി ബന്ധിപ്പിച്ചു. മുഹറം തീരലോടുകൂടി ചരിത്രത്തിൽ സമയകാല ബന്ധങ്ങളുള്ള മാസങ്ങൾ തീർന്നു. ഇനി അങ്ങോട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തുടങ്ങുകയും 312ാമത്തെ നബിയ റസൂലായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിൽ എത്തിക്കുകയും ഇതെല്ലാം കൂടി അരിച്ച് വിറക്കി പൂർണ്ണതയിൽ മുഹമ്മദി റിസാലത്തിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ചരിത്രം പോകുന്ന ആ വഴിക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മുഹമ്മദ് ഈ കാലഘട്ടത്തെ ചരിത്രവുമായിട്ട് മാത്രമേ ബന്ധിപ്പിച്ചുള്ളൂ, ഇബാദത്തുമായി ബന്ധിപ്പിച്ചില്ല. മുഹമ്മദ് നബി ജനിച്ച ദിവസം ഇന്ന ഇബാദത്ത്, അല്ലെങ്കിൽ മറ്റേ 4 സംഭവങ്ങൾ നടന്നു അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടത്തിൽ. അതൊന്നും ഇബാദത്തുമായി ശരീഅത്തിന്റെ കയ്യൊപ്പോടെ, റിസാലത്തിന്റെ കയ്യൊപ്പോടെ റിസാലത്ത് ഈ ശരീഅത്തിൽ ഇബാദത്തായി പരിഗണിച്ചില്ല. അഷ്റഫുൽ ഖൽക്ക് ജനിച്ചു റബീഉൽ അവ്വൽ മാസത്തില്. അഷ്റഫുൽ ഖൽക്ക് ഹിജ്റ പോകാൻ തുടങ്ങി, ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ് വഹി ഇറങ്ങുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസം 2-നാണ്. റസൂലുള്ളാഹി തങ്ങൾ മക്കത്ത് നിന്ന് പുറപ്പെടുന്നത്. അഷ്റഫുൽ ഖൽക്ക് വഫാത്താകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ ഭാഗമാക്കിയില്ല അല്ലാഹു തആല. എന്തുകൊണ്ട്? മുഹമ്മദ് ഈ കാലഘട്ടത്തെ പ്രത്യേക സമയവുമായി സ്ഥലവുമായി ബന്ധിപ്പിക്കാൻ പറ്റുകയില്ല. എന്താ? ലോകാവസാനം വരെ 100% 24 hours നിലനിൽക്കേണ്ട ഒരു സന്ദേശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പരിമിതമായ സമയമാണ്. കൃത്യവും വ്യക്തവുമായ അഗാധമായ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റിയ സമയമല്ല എന്ന് എനിക്കറിയാം. മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ 5 മാസത്തെ അല്ലാഹു തആല ഫ്രീ ആക്കി വിട്ടു. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആദ്യം പറഞ്ഞ 6 മാസം, 7 മാസം, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം,
ഈ 7 മാസത്തിലെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ ഭാഗമാക്കി അള്ളാഹു അംഗീകരിച്ചു തന്നു. അതിൽ പ്രത്യേക ഇബാദത്തുകളും നിശ്ചയിച്ചു തന്നു അള്ളാഹു റിസാലത്തിന്റെ കയ്യൊപ്പോടെ. മുഹമ്മദുർ റസൂൽ ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തു. പക്ഷെ ഈ 5 മാസത്തെ അള്ളാഹു സ്വതന്ത്രമാക്കി നിർത്തി. എന്തിനെന്നറിയുമോ? ഈ ഉമ്മത്ത് സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും അതിലേക്ക് കൂട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. പക്ഷെ കൂട്ടി, എല്ലാരും കൂട്ടി. റബീഉൽ അവ്വൽ മാസം ഇബാദത്തിന്റെ മാസമാക്കി ജൂതന്മാർ. റബീഉൽ അവ്വൽ മാസത്തിൽ പുണ്യത്തിന്റെ മാസമാക്കി ജൂതന്മാർ. അതോടുകൂടി ഷഹാദത്ത് മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്ത് ദുർബലമായി. മുഹമ്മദ് ഈ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ സഫർ മാസത്തിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു അംഗീകാരവുമില്ല, ഒരാദരവുമില്ല, ഒരനുഷ്ഠാനവുമില്ല, ഒരു ദിക്ർ പോലും ചെല്ലാൻ പഠിപ്പിച്ചില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസവുമായിട്ട് ഒരു ഇബാദത്തിനും ബന്ധമില്ല ഇസ്ലാമിക ശരീഅത്തിൽ. റബീഉൽ ആഖിർ മാസത്തിനും ഇല്ല. ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. അതുകൊണ്ട് എന്തായി അറിയുമോ? സഫർ മാസം നാശത്തിന്റെ മാസമാക്കി, റബീഉൽ അവ്വൽ നബിതങ്ങൾ ആണ്ടിന്റെ മാസമാക്കി, റബീഉൽ ആഖിർ മുരീശക്കങ്ങൾ ആണ്ടിന്റെ മാസമാക്കി, റബീഉൽ ആഖിർ റിഫായി ശേഖങ്ങൾ ആണ്ടിന്റെ മാസമാക്കി, പിന്നെ ജുമാദുൽ അവ്വൽ ഷാദുരി ശേഖ് തങ്ങളെ മാസമാക്കി, ജുമാദുൽ ആഖിർ ബാക്കിയുണ്ട്. അതാത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട തങ്ങളുടെ മാസമാക്കി മാറ്റിയാൽ മതി. ഇതാണ് ശിയാക്കളെ പരിപാടി. ഇതാ പറഞ്ഞു വന്നത്. അതിന്റെ പിറകെയാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം സലഫികൾ വിജയികൾ. അൽഹംദുലില്ലാഹ്. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, യബ്ന ആദം, ഓ ആദമിന്റെ സന്തതി, ഓ ആദമിന്റെ മകനെ, മനുഷ്യരെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്വായ, ഭൂമി നിറച്ചും തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ ഹാജരായതെങ്കിൽ, ഭൂമി നിറയാൻ മാത്രമുള്ള തെറ്റുമായിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്നത്. സുമ്മ ലഖീതനി, പിന്നെ നിങ്ങൾ എന്നെ കണ്ടുമുട്ടി, ലാ തുശ്രികൂ ബി ശൈആ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമി നിറച്ചും തെറ്റ് ചെയ്യുമ്പോഴും ഞാനല്ലാത്തൊരു വ്യക്തിയെ, ഒരു ശക്തിയെ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടിക്കുമായിരുന്നില്ല. ലാ തുശ്രികൂ ബി ശൈആ, ഒരു വസ്തുവിനെ, ഒരു ശക്തിയെ, ഒരു വ്യക്തിയെ, ഒരു നബിയെ, ഒരു റസൂലിനെ, ഒരു വലിയനെ, ഒരു ജിന്നിനെ, ഒരു മലക്കിനെ, ഒരു ബീവിയെ, ഒരു ബാവയെ, ഒരു ഭഗവാനെ, അല്ലെങ്കിൽ ഭഗവതിയെ, അല്ലെങ്കിൽ ദേവിയെ, അല്ലെങ്കിൽ ദേവനെ, അല്ലെങ്കിൽ ഒരു ദീനാർ, അല്ലെങ്കിൽ ഒരു ദിർഹം, ഇതൊന്നും എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ മാത്രം എന്ന ആശയത്തോടാണ് യോജിപ്പ്. അതേസമയം തെറ്റുകൾ നിങ്ങൾ ഭൂമി നിറച്ചും ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അള്ളാഹ് പറയുന്നത് ഖുദ്സിയ ഹദീസാണ്. യബ്ന ആദം, ഇമാം അബൂ ഹുറൈറയിൽ നിന്നും ഇബ്നു മാജയിൽ നിന്നും ഒക്കെ, ഇമാം അബൂ ഹുറൈറയിൽ തൊട്ട് ഇബ്നു മാജ പോലെയുള്ളവർ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. യബ്ന ആദം, ഓ മനുഷ്യപുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമി നിറച്ചും തെറ്റും ചെയ്തിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വന്നത്. സുമ്മ ലഖീതനി, ഇതിൽ ഞാൻ നീയുമായിട്ട് കണ്ടുമുട്ടി. ലാ തുശ്രികൂ ബി ശൈആ, പക്ഷെ നിന്റെ അടുത്ത് ശിർക്ക് ഉണ്ടായിട്ടില്ല. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് കുരുത്തക്കേട് കളിച്ചാലും ഞാനല്ലാത്ത ഒരാളെ നീ പരിഗണിച്ചിട്ടില്ല ജീവിതത്തിൽ. ഒരു തങ്ങളെയും ഒരു ശേഖിനെയും പരീക്ഷണം മുഴുവനും വന്നപ്പോഴും ഇന്ന തങ്ങളടുത്ത് ഓടാന്ന് ഉപ്പ പറഞ്ഞപ്പോ ഇല്ല ഉപ്പ എന്ന് പറഞ്ഞു. ഇന്ന ബീവിന്റെ അടുത്ത് പോകുന്ന ഉമ്മ പറഞ്ഞപ്പോ ഇല്ല ഉമ്മ എന്ന് പറഞ്ഞു. ഇന്ന ഷെയ്ഖിന്റെ അടുത്ത് പോകുന്ന ഭാര്യ പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് എന്റെ അള്ളാഹ്, ഞാനിത് സഹിക്കും എന്റെ അള്ളാഹ്ക്ക് വേണ്ടി. തെറ്റെന്ത് ചെയ്താലും അള്ളാഹിന്റെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് തൗഹീദ്. നല്ലത് മലക്കിനെ പോലെ ജീവിക്കാനല്ല തൗഹീദ്, ഇതാണ് തൗഹീദ്. മലക്കിനെ പോലെ ജീവിക്കാൻ കഴിയില്ല സുഹൃത്തെ മനസ്സിന്, മനുഷ്യനെ കൊണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ലാ തുശ്രികൂ ബി ശൈആ, എന്റെ കാര്യത്തിൽ ഞാനല്ലാതെ വേറൊരാളെയും നീ പരിഗണിച്ചിട്ടില്ല. അങ്ങനെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് നാളെയെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതൈതുക ബിഖുറാബിൽ അർളി മഗ്ഫിറ, ഈ ഭൂമി നിറച്ചുമുള്ള മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. നിന്റെ തെറ്റല്ല എനിക്ക് വിഷയം, നിന്റെ തൗഹീദും ശിർക്കുമാണ് എനിക്ക് വിഷയം. നീ ഭൂമി നിറച്ചും തെറ്റ് ചെയ്തിട്ടാണ് വന്നത്, പക്ഷെ നിനക്ക് അല്ലാഹ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ, സാധാരണ നാടൻ സെൽഫികളെ പോലെ, സൂഫി സെൽഫികളല്ല, നാടൻ സെൽഫികൾ. അവർക്ക് അല്ലാഹ് മാത്രം. സൂഫി സെൽഫികൾ മുരീദന്മാർക്ക് ഇങ്ങനെ അതും കൊള്ളാം ഇതും കൊള്ളാം എന്ന് പറഞ്ഞു കൊടുക്കും. ഈ നാടൻ സെൽഫികൾക്ക് ഇതൊന്നും വിഷയമല്ല. അല്ലാഹ് ഇല്ലാത്ത ഇല്ല വേണ്ട, എനിക്ക് ബുദ്ധിമുട്ട് വന്നാലോ ഞാൻ സഹിച്ചോളാം. അപ്പൊ ഭൂമിയിൽ അത് പരിഹരിച്ചില്ലെങ്കിലോ ഞാൻ നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും. ഞാൻ ഈ പ്രശ്നമായിട്ട് ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, അത് നീ പറഞ്ഞു പരിഹരിച്ചു തരാൻ, നീ പരിഹരിച്ചു തന്നില്ല. ഞാൻ നീ അല്ലാതെ വേറെ ആരെയും സമീപിച്ചില്ല. ഇപ്പം ഞാൻ നിന്നോടത്ത് ഞാൻ വന്നിരിക്കുന്നു. അല്ലാഹു തആല സമയത്താ പറയാ, നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ മാപ്പ് വെച്ചിട്ടുണ്ട്. അതാണ് കൂട്ടർ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ശിർക്കിന്റെ പശർമ പോലും ഇല്ലാതെ തൗഹീദിനെ സംരക്ഷിക്കാൻ മെനക്കെട്ടോളീൻ. അതിനുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് അങ്ങോട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അള്ളാഹു ഇൽമിന് ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ ഇന്ന് ചിലർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് അള്ളാഹു ബർസഖ് സന്തോഷമാക്കി കൊടുക്കട്ടെ. നമ്മിൽ ഇന്ന് ചില സുഹൃത്തുക്കൾ ആശുപത്രികളിലാണ്, ഓപ്പറേഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അള്ളാഹു അസ്ബാബുകളെ പരിഗണിക്കാതെ അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء